സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് CPM. മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിനെന്നും MP ഗോവിന്ദൻ. മോദി പറഞ്ഞത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്താത്ത കാര്യമെന്ന് AK ബാലൻ. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് MM ഹാസൻ. ഗ്യാൻവാപിയും ഈദ്ഗാഹ് പള്ളിയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന KK മുഹമ്മദിന്റെ പരാമർശം ചർച്ചയാകുന്നു. ഗ്യാൻവാപിയും മധുര ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമെന്ന് KK മുഹമ്മദ്. പള്ളികൾ വിട്ടു നൽകണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. ഈദ്ഗാഹ് പള്ളി കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന ആയുധമാക്കി ജോസഫ് വിഭാഗം. മന്ത്രി വിമർശിക്കാതെ ജോസഫ് ഉരുണ്ടു കളിക്കുന്നുവെന്ന് മോൻസ് ജോസഫ്. കേരള കോൺഗ്രസ് LDFിൽ ഭയന്നു നിൽക്കുന്നുവെന്നും ആക്ഷേപം. മുന്നണിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ മുന്നിൽ, തൊട്ടുപിന്നിൽ തൃശൂർ. സൗണ്ട് സിസ്റ്റത്തിൽ അപാകത. നാടൻപാട്ട് വേദിയിൽ പ്രതിഷേധം. BJPയിൽ ചേർന്ന വൈദികനെതിരെ ഓർത്തഡോക്സ് സഭ നടപടി. ഫാദർ ഷൈജു കുര്യനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ഷൈജുവിനെതിരായ പരാതി അന്വേഷിക്കാൻ ശുപാർശ ചെയ്യും. തീരുമാനം ഭദ്രാസന കൌൺസിലിൽ. തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI. നീക്കം 3 ഉദ്യോഗസ്ഥർക്കെതിരെ. ഗോവയിൽ കോട്ടയം സ്വദേശി മരിച്ചത് മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിയമ പോരാട്ടത്തിന് കുടുംബം. വിശദമായി നോക്കാം. പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. 3 കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് മോദി വെളിപ്പെടുത്തിയതെന്നും അന്വേഷണ ഏജൻസികൾ മുൻപാകെ പ്രധാനമന്ത്രി തെളിവ് നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും CPMഉം BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. സർക്കാരിന്റെ വലിയ ആയുധമായാണത് പ്രതിപക്ഷവും BJPയും ഉപയോഗിച്ചത്. പക്ഷേ അത് സർക്കാർ വിലയിരുത്തിയത് സർക്കാരിന്റെ തുടർഭരണം വന്നതോടുകൂടി കേസെല്ലാം അവസാനിക്കുന്നു, ജനങ്ങൾ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സ്വർണ്ണക്കടത്ത് വിവാദം സംസ്ഥാനത്ത് സജീവ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശൂർ നടത്തിയ പ്രസംഗവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണവുമാണ് സ്വർണ്ണക്കടത്ത് കേസിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത്. വലിയ വിഷയമായി ഇത് ഉയർന്നു വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതിനുശേഷം പ്രതിപക്ഷവും BJPയും ഒരുപോലെ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ CPM കേന്ദ്രങ്ങളെ പ്രതിരോധിക്കുന്നത് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത് മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണ്. കേന്ദ്ര ഏജൻസികളാണ് പല തവണ വർഷങ്ങളോട് അന്വേഷിച്ചത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മന്ത്രിയുടെയോ CPMന്റെയോ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പിഴവുണ്ടായെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. 3 ഏജൻസിയുടെ മുമ്പിൽ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുതായിട്ട് വെളിപ്പെടുത്തുമ്പോൾ എവിടുന്ന് കിട്ടി? അറിയാവുന്ന കാര്യം എന്താ വെളിപ്പെടുത്താത്തതെന്ന് അതാണല്ലോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതെന്തിനാ മൂടി വെക്കുന്നത്? അതിന്റെ ബാധ്യത നിങ്ങൾക്കില്ല നിയമത്തിന്റെ മുമ്പിൽ പറയാനുള്ളത്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ. നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂട്ടു നിൽക്കുന്ന അക്യൂസ്ഡ് അല്ലേ? CPMഉം BJPയുമായുള്ള ഒത്തുകളിയായാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിന് പകരം നടപടിയെടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് CPMഉം അതുപോലെ തന്നെ BJPയുമായുള്ള ഒത്തുകളുടെ ഭാഗമെന്ന ആരോപണമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പിലും അത് വിഷയമായി മാറ്റുമെന്നും അവർ സൂചന നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്ന അദ്ദേഹത്തിന്റെ ഗുരുതരമായ ഒരു ആരോപണം. ആ ആരോപണത്തിന് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് ഈ കള്ളക്കടത്തെല്ലാം നടന്നിട്ടുള്ളതെന്നും
കള്ളക്കടത്തുകാരെ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയാണെന്നുമാണ്. CPM സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനൊരു പ്രത്യാരോപണം ഉന്നയിക്കാനിടയില്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കണം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിലൊന്ന് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിലും സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളിലും ഒന്നായി സ്വർണ്ണക്കടത്ത് വീണ്ടും മാറുമെന്ന ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നിറയുകയാണ്. CPM കേന്ദ്രങ്ങൾക്കും ഇത്തരം പ്രതിരോധവുമായി രംഗത്ത് വരുന്നതിൽ ആശങ്കയുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇത് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഈ കേസ് സജീവമാക്കാൻ, അന്വേഷണം മറ്റേ തലത്തിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നു എന്നൊരു ആശങ്ക CPM നേതൃത്വത്തിനുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സൂര്യനെ പോലെ ഉയരത്തിലാണ് മുഖ്യമന്ത്രി, അടുത്താൽ കരിഞ്ഞു പോകും. സ്വർണ്ണക്കടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിനാണെന്നും നരേന്ദ്രമോദി അതിന്റെ തലവനാണെന്നും MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഏത് അന്വേഷണം നടത്തേണ്ടത് ഞങ്ങളാരും അല്ലല്ലോ, നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റല്ലേ, കേന്ദ്ര ഏജൻസികളല്ലേ. കേന്ദ്ര ഏജൻസികൾക്ക് പറ്റിയ പിഴവോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യാത്ത കാര്യമോ മറ്റാരുടെയെങ്കിലും ഇരടിക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയപ്പെടുന്ന എന്ത് കാര്യമാണ് കേരളത്തിലുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPIM-നോ ഒരു ഭയവുമില്ല. ഈ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിന്റെയും പിന്നിൽ കേന്ദ്ര ഗവൺമെന്റാണ് അതിന്റെ ഉത്തരവാദികൾ. അവരാണ് അത് കണ്ടുപിടിക്കേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്. അതിന് പകരം വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കാൻ ചില മാധ്യമങ്ങളും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവേണ്ടിയില്ല. ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹ് പള്ളിയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന KK മുഹമ്മദിന്റെ പരാമർശം ചർച്ചയാകുന്നു. News 18 KK മുഹമ്മദിന്റെ അഭിമുഖം എടുത്തത്. ഇരു പള്ളികളും അയോധ്യയ്ക്ക് തുല്യമാണെന്നായിരുന്നു KK മുഹമ്മദിന്റെ വാദം. കൃഷ്ണന്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവന്റെ സ്ഥാനം ഗ്യാൻവാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്ന് പറഞ്ഞായിരുന്നു KK മുഹമ്മദിന്റെ പരാമർശം. സമാധാനത്തിന്റെ ഭൂമിയിലാണ് പള്ളികൾ പണിയേണ്ടതെന്നായിരുന്നു ചരിത്രകാരൻ CI ഐസക് ഇതിനോട് പ്രതികരിച്ചത്. ചരിത്രത്തോട് നീതി ചെയ്യുന്നതും ഒരു സെക്കുലർ സൊസൈറ്റിയിൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഗ്യാൻവാബി മസ്ജിദിന്റെ പുറകുവശത്ത് ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇപ്പോഴുമുണ്ടെന്ന് വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് ചൂണ്ടിക്കാട്ടി. അയോധ്യയ്ക്കൊപ്പം RSS ഉന്നയിച്ച ആവശ്യമാണ് ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹ് പള്ളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ, മധുര, കാശി ഈ 3 കാര്യത്തിൽ ഈ 3 സ്ഥാനങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്ന നിലപാട് ഈ അയോധ്യ വിധിക്ക് ശേഷമോ ഇപ്പോഴോ ഉണ്ടായതല്ല. അത് അന്ന് അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞതാണത്. ഈ 3 ക്ഷേത്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക തന്നെ വേണം. അതേസമയം ചരിത്രം വളച്ചൊടിച്ച് പള്ളി വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ചരിത്രകാരൻ അബ്ദുസമദ് പൂക്കോട്ടൂർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് സൗഹൃദവും സമാധാനവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ മാത്രം ബാധ്യതയല്ല, രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും ബാധ്യതയാണ്. അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയും നിരന്തരം തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു സമൂഹം ഇതെല്ലാം സഹിക്കണം, അങ്ങനെ മാത്രമേ സമാധാനം ഉണ്ടാകാവൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് ശൈലിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KK മുഹമ്മദിന്റെ പരാമർശത്തിനെതിരെ ഇടത് ചരിത്രകാരൻ KN ഗണേശ് രംഗത്ത് വന്നു. കോടതികൾ മാത്രമല്ല ചരിത്രത്തെ കണ്ടെത്തേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതുമെന്നും പലതും വളച്ചൊടിക്കപ്പെടുന്നുണ്ടെന്നും KN ഗണേശ് പറഞ്ഞു. ഈ ആസ്തിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വാദിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കലാണ്, അതിൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് News 18. മധുരയിലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈദ്ഗാഹ് പള്ളിയിൽ സർവേ നടത്തണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്നായിരുന്നു ആവശ്യം. പള്ളി പൊളിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം ഹർജിയുമായി വരരുതെന്ന് സുപ്രീം കോടതി ഹർജിക്കാരന് മുന്നറിയിപ്പും നൽകി.
അയോധ്യ വിധി കോടതിയുടെ വിധിയാകണമെന്ന് അഞ്ചംഗ ബെഞ്ച് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിലെ സംഘർഷങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ചരിത്രവും പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് താനടങ്ങുന്ന ബെഞ്ച് എത്തിയതെന്നും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. When the five-judge bench sat to deliberate on the judgment, as we all do before a judgment is pronounced, we all decided unanimously that this will be a judgment of the court, and therefore there was no authorship ascribed to an individual judge. The case had a long history of conflict, of diverse viewpoints, based on the history of the nation, and all of us who were part of the bench decided that this will be a judgment of the court. The court will speak through one voice. And the idea of doing so was to send a clear message that all of us stood together. കൊളീജിയം സംവിധാനത്തിനെ തള്ളാതെ ചീഫ് ജസ്റ്റിസ് 1993 മുതലുള്ള സംവിധാനത്തിന് പോരായ്മകളുണ്ടെങ്കിലും അത് തുടരുന്നതിനെ അനുകൂലിക്കുന്നുവെന്ന് പറയാതെ പറയുകയാണ് ചീഫ് ജസ്റ്റിസ്. കൊളീജിയം സംവിധാനത്തിന് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും യോഗങ്ങളും തീരുമാനങ്ങളും വെബ്സൈറ്റിൽ നൽകുന്നത് അതിന്റെ ഭാഗമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. We have the collegium system for the appointment of judges, which has been now a part of our jurisprudence since 1993, and therefore that is the system which we implement. But having said that, it is equally our duty as present members of the collegium system to make it more transparent, to make it more objective, and we have taken steps, decisive steps in that regard, which I'd like to share with you. One of the steps which we took was to ensure that all resolutions of the collegium are put on the internet, which are put on the website of the Supreme Court, so that people know the decisions that we take, and that promotes a great deal of transparency. സർക്കാരുമായുള്ള പോരിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ. GST നിയമ ഭേദഗതി ഓർഡിനൻസാണ് അംഗീകാരം നൽകിയത്. ഒരാഴ്ച മുൻപാണ് സർക്കാർ ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത്. ബില്ലുകൾ പാസാക്കാത്തതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു ബില്ലിൽ മാത്രം ഗവർണർ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഭിന്നതയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ ചെയ്യുന്നത് നിയമപരമായ കർത്തവ്യമാണ്. ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് തന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ വന്നാൽ ക്ഷണക്കത്ത് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് താൻ പോകാതിരുന്നത് എന്നത് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും ഗവർണർ പ്രതികരിച്ചു. There is no rift. I am doing my legal duty, statutory duty. There is absolutely no rift. I don't want to comment on all these things. Invitation is there in Raj Bhavan. Go and see it. Why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് പരാതിക്കാരൻ RS ശശികുമാർ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. പൊതുപണം കൈകാര്യം ചെയ്യാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെന്നായിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള ലോകായുക്തയുടെ വിധി. ലോകായുക്തയ്ക്ക് നൽകിയ പരാതിയിൽ വിധി വൈകുന്നുവെന്ന് കാട്ടി നേരത്തെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനുശേഷം ഹർജി പരിഗണിച്ച ഫുൾ ബെഞ്ച് ഇത് തള്ളുകയും ചെയ്തിരുന്നു. ഇടവേള. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. തിരികെ വാർത്തയിലേക്ക്. വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ KSU സംസ്ഥാന കൺവീനർ അബ്ദുൾ ജലീലിന് ക്ലീൻ സ്വീറ്റ്. പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. അൻസിലിനെതിരെ ദേശാഭിമാനിയിൽ വന്നത് വ്യാജ വാർത്തയെന്നും അന്വേഷണ സംഘം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.
തൃശൂരിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണു. തിരുവല്ലോമല GLP സ്കൂളിലാണ് മേൽക്കൂര അടർന്നു വീണത്. വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മേൽക്കൂരയിൽ നിന്ന് ഓടുൾപ്പെടെയുള്ളവ അടർന്നു വീണു. മന്ത്രി രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലാണ് ഈ സ്കൂൾ പുതുക്കി പണിയാൻ സർക്കാർ സഹായം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ലഭിച്ചില്ലെന്ന് PTA പറയുന്നു. കൊല്ലോത്സവം തുടങ്ങുന്നു. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം കടുക്കുകയാണ്. കണ്ണൂരാണിപ്പോൾ മുന്നിൽ, തൊട്ടുപിന്നിൽ തൃശൂരും കൊല്ലവുമാണ്. ഇന്ന് 60 ഇനങ്ങളാണ് വേദിയിലുള്ളത്. ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയും ഹയർ സെക്കൻഡറി വിഭാഗം നാടകവുമാണ് ഗ്ലാമർ ഇനങ്ങൾ. മത്സരങ്ങളുടെ സമയക്രമം പാലിക്കലാണ് സംഘാടകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചവിസ്മയങ്ങൾ മാത്രമല്ല, ത്രസിപ്പിക്കുന്ന വാദ്യഘോഷങ്ങളും കലോത്സവ നഗരിയിലുണ്ട്. കൊടും ചൂടിനെ കൊട്ടിത്തോൽപ്പിച്ച ബാൻഡ് ടീമിന്റെ വിശേഷങ്ങളിലേക്ക്. കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഒരു ഇനമാണ് ബാൻഡ് മേളം. ഇപ്പോ മത്സരം കഴിഞ്ഞ് എത്തിയ ഒരു ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെന്റ് ട്രീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം നിങ്ങളുടെ എല്ലാ തരത്തിലും, ഈ ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും ഒക്കെ എല്ലാ സപ്പോർട്ടും കിട്ടിയാണ് നിങ്ങൾ എത്തുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട്? ത്രൂ ഔട്ട് പ്രാക്ടീസിലായാലും കലോത്സവ വേദികളിൽ പോകാനായാലും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊരാവശ്യത്തിനും നമ്മൾ ടീച്ചേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി ടീം അംഗങ്ങളോട് കൂടി ഒന്ന് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഇത്രയും നാളത്തെ ഒരു പെർഫോമൻസ്? ഈ ഇന്നത്തെ ഡേക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി ദിവസത്തെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ പ്രാക്ടീസ് ഡേയ്സ് ഒക്കെ? ഇപ്പൊ ഈ പെർഫോമൻസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ഗ്രൗണ്ടിൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് ദിവസങ്ങളിലെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത എഫേർട്ടിന്റെ അങ്ങേയറ്റം നമുക്ക് ഇന്ന് പെർഫോമൻസ് കാണിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസിന്റെ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് രാവിലെ 7 മണിയാകുമ്പോൾ പ്രാക്ടീസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ 9 മണിക്ക് പോകും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം 4 മണി തൊട്ട് 5:30 വരെ പ്രാക്ടീസ് ആണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഈ പെർഫോമൻസിനിടയ്ക്ക് ഞാൻ കണ്ട ഒരു മുഖമാണിത്. ശരിക്കും ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടല്ലോ. എന്തു പറ്റി? അത് സ്റ്റിക്ക് പൊട്ടിയായിരുന്നു അന്നേരം. പക്ഷെ അങ്ങനെയൊന്നും പെർഫോമൻസിനെ അത് ബാധിച്ചില്ല. മുഖത്ത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പെർഫോമൻസിൽ അങ്ങനെ ഒന്നും ബാധിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നി പെർഫോമൻസ്? നല്ലതാന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായി ചെയ്യാൻ പറ്റിയെന്നൊരു തോന്നലുണ്ടോ? ഉണ്ട്. നമ്മള് എന്ത് സ്റ്റിക്ക് നിലത്ത് വീണാലോ എന്ത് ചെയ്താലും നമ്മള് അത് പിടിവിടാണ്ട് നമ്മള് ശക്തിയായിട്ട് പിടിച്ചെല്ലാം ചെയ്ത് നമ്മള് അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ നന്നായി ചെയ്തെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്തു. ഞാൻ ഈ പെർഫോമൻസ് തുടക്കം മുതൽ കണ്ടു. ഒത്തിരി ടീമുകളുണ്ട്. ഇപ്പം ജയിക്കുന്നതിനെക്കാട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്ത് തന്നെയാണ് ഞാൻ കണ്ടത്. എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 കൊല്ലം. ഇപ്പോൾ വേദി 1 ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒപ്പന മത്സരം പുരോഗമിക്കുകയാണ്. നമുക്കതൊന്ന് കണ്ടുവരാം. ചെയ്തല്ലോ ഈഗനെ ബാൽത്തിടുന്നല്ലോ
മസ്ജിദിലും നിലയായി മസ്ജിദിൽ നബിയുടെ മരമാനാരത്തൻ കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. മറ്റു വാർത്തകൾ നോക്കാം. മുന്നണി നേതൃത്വത്തിന്റെ നിലപാടുകളിൽ കേരള കോൺഗ്രസ് എമ്മിൽ അതൃപ്തി പുകയുകയാണ്. എന്ന ചർച്ചകൾക്കിടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം കോട്ടയത്ത് ചേരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമെന്നാണ് വിശദീകരണമെങ്കിലും പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വിവാദങ്ങളിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോവുക, പ്രത്യേകിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്, അത് മറികടന്ന് മുന്നോട്ട് പോവുക, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ വിവാദം, ഒപ്പം തന്നെ ഇപ്പുറത്ത് സജി ചെറിയാൻ വിവാദം, ഇതൊക്കെ കേരള കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ചലനമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക പ്രധാന ലക്ഷ്യമാണ്. ഈ വന്യജീവികളുടെ അക്രമം ഉൾപ്പെടെയുള്ള മേഖലകൾ മലയോര വോട്ട് ബാങ്കിലും ക്ഷീണമുണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ച് തന്നെ അതിജീവന യാത്രയൊക്കെ നടത്തി നിന്നൊരു സാഹചര്യം ഉണ്ട്. മാത്രവുമല്ല, ഈ മറ്റ് പല വിഷയങ്ങളും, റബ്ബർ വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില അത് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയുണ്ട്. കർഷകർക്ക് പണം കിട്ടാത്തതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന അഭിപ്രായവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും ചർച്ച ചെയ്യും എന്നാണ് യോഗത്തിന് മുന്നോടിയായി ജോസ് കെ മാണി പ്രതികരിച്ചത്. എല്ലാ ദിവസവും വിവാദങ്ങളുണ്ടല്ലോ, വിവാദങ്ങൾ പലതും മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. മുതിർന്ന അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന, ഏതാണ്ട് 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിനാണ് കോട്ടയത്ത് തുടക്കം ആയത്. ഈ പ്രതിസന്ധികൾക്കിടെ മോൻ ജോസഫ് ഉൾപ്പെടെയുള്ള വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ പ്രശ്നങ്ങൾ ആയുധമാക്കുന്നതും കേരള കോൺഗ്രസ് എമ്മിന് തലവേദനയായിട്ടുണ്ട്. ഇപ്പുറത്ത് വീർപ്പുമുട്ടി നിൽക്കുന്നു എന്നുള്ള ആരോപണം പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല തങ്ങൾ എന്ന് തെളിയിക്കേണ്ട ബാധ്യതയും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നതടക്കമുള്ള ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി ബുക്കത്തിനെതിരെ കേസ്. തട്ടമിടാത്ത സ്ത്രീകളെ അവഹേളിച്ചെന്ന പരാതിയിലാണ് കേസ്. VP സുഹ്ര നൽകിയ പരാതിയിലാണ് നടപടി. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത്. എം.എസ്. അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, എന്തൊക്കെ കാരണങ്ങളിലാണ് കേസ്? എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? നേരത്തെ ഉമർ ഫൈസി മുക്കത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന തരത്തിൽ അങ്ങനെ തന്നെയുള്ള ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം പുറപ്പെടുവിച്ചത്. അതിനെതിരെയാണ് ആ സാമൂഹ്യ പ്രവർത്തകയായ VP സുഹ്ര കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികൾ ആണെന്ന സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന സ്ത്രീകൾക്ക് അപകീർത്തികരമാണ്, അപമാനകരമാണ്, ഇതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ തട്ടമോരി പ്രതിഷേധം VP സുഹ്ര രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഈ PTA പ്രസിഡന്റ് അടക്കമുള്ളവരുമായി വാക്കുതർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കേസിലും പരാതി നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. സ്വർണ്ണവില പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775, പവന് 46,200, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3588. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ